ഇനി കൊല്ലത്ത് നടന്നൊരു സംഭവമാണ്. അവിടെ ചവറയിൽ പരിശീലനത്തിനിടെ ഗ്രനേഡ് പൊട്ടിത്തെറിച്ച് 3 പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്ക് പറ്റി. 2 വനിതാ പോലീസുകാർക്കും ഒരു ASIക്കുമാണ് പരിക്ക് പറ്റിയത്. ഇവരെ കരുനാഗപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. കണ്ണൻ നായർ വിവരങ്ങൾ നൽകും. കണ്ണൻ, എങ്ങനെയാണ് ഇങ്ങനൊരു അപകടമുണ്ടാകുന്ന സാഹചര്യം? പരിക്ക് ഗുരുതരമാണോ? കാലാവധി കഴിഞ്ഞ ഗ്രനേഡ് ഉപയോഗിച്ചുള്ള പരിശീലനമാണ് ഇത്തരത്തിലുള്ള ഒരു അപകടത്തിന് കാരണം. കൊല്ലം സിറ്റി പോലീസ് പരിധിയിലുള്ള തിരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് ഗ്രനേഡ് പൊട്ടിക്കുന്നതിന് പരിശീലനം നൽകുകയായിരുന്നു. ആ സമയത്താണ് ചവറ കോവിൽത്തോട്ടത്ത് വെച്ച് ഈ ഗ്രനേഡ് തോക്കിനുള്ളിൽ നിന്ന് പൊട്ടിയത്. തോക്കിനുള്ളിൽ നിന്ന് പൊട്ടുന്ന സമയത്ത് 2 വനിതാ പോലീസുകാർ, അതായത് ചവറ പോലീസ് സ്റ്റേഷനിലെ കീർത്തന, ആര്യ എന്നീ 2 വനിതാ പോലീസുകാരും തെക്കുഭാഗം പോലീസ് സ്റ്റേഷനിലെ ASI ഹരിലാലും ഉണ്ടായിരുന്നു. ഇവർക്ക് 3 പേർക്കുമാണ് പരിക്കേറ്റത്. ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥയുടെ കൈവിരലുകൾക്ക് 2 വിരലുകൾക്ക് പൊട്ടലേറ്റിട്ടുണ്ട്. കാലാവധി കഴിഞ്ഞ ഈ ഗ്രനേഡുകളാണ് ഉപയോഗിച്ചതെന്നുള്ള കാര്യത്തിലാണ് സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ ഗ്രനേഡ് മുകളിലേക്ക് പൊട്ടിച്ച് ഏതെങ്കിലും ആൾക്കൂട്ടം വരുന്ന സമയത്ത് മുകളിലേക്ക് പൊട്ടിച്ച് ശബ്ദമുണ്ടാക്കി ആൾക്കാരെ പിരിച്ചുവിടുക, അതിനുവേണ്ടിയാണ് ഈ സാധനം ഉപയോഗിക്കുന്നത്. പക്ഷേ ഈ കാലാവധി കഴിഞ്ഞ ഈ ഗ്രനേഡുകൾ ഉപയോഗിച്ച് ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകിയതാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമായത്. ഇന്ന് രാവിലെയാണ് സംഭവം ഉണ്ടായത്. കൂടുതൽ ആൾക്കാർ അടുത്തില്ലാത്തതിനാൽ ആണ് കൂടുതൽ ആൾക്കാർക്ക് പരിക്കുണ്ടാകാതെ പോയതും. ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ 2 വിരലുകൾക്ക് എല്ലിന് പൊട്ടലേറ്റിട്ടുണ്ട്. അത് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അത് ശസ്ത്രക്രിയ അടക്കം വേണമെന്നുള്ള കാര്യമാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഇത്തരത്തിലുള്ള പരിശീലനം നൽകുന്ന സമയത്ത് കാലാവധി കഴിയാത്ത നല്ല ഉപകരണങ്ങൾ ഉപയോഗിച്ചുള്ള പരിശീലനം നൽകണം എന്നുള്ളത് തന്നെയാണ് പോലീസിൻ്റെ ചട്ടത്തിൽ പറയുന്നത്. എന്നാൽ കൊല്ലം AR ക്യാമ്പിൽ കുറേ ഏറെ ഇത്തരത്തിലുള്ള കാലാവധി കഴിഞ്ഞ ഉപകരണങ്ങൾ, അതുപോലെ തന്നെ ഗ്രനേഡ് അടക്കമുള്ള സാമഗ്രികൾ, ടിയർ ഗ്യാസ് സെല്ല് അടക്കമുള്ള സാമഗ്രികളൊക്കെ തന്നെ നിൽക്കുന്നുണ്ട്. പല സമയങ്ങളിലും ടിയർ ഗ്യാസ് സെല്ല് പ്രയോഗിക്കുന്ന സമയത്ത് പൊട്ടാതെ പോകുന്ന സ്ഥിതിയൊക്കെ നമ്മൾ കൊല്ലം കളക്ട്രേറ്റിൻ്റെ ഭാഗത്തൊക്കെ തന്നെ സമരം ഉണ്ടാകുമ്പോൾ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. അതൊക്കെ തന്നെ കാലാവധി കഴിഞ്ഞ ഈ കാര്യങ്ങളാണ്. അതിന് സമാനമായ രീതിയിലുള്ള കാലാവധി കഴിഞ്ഞ ഒരു ഇത്തരം പരിശീലനമൊക്കെ നടത്തുമ്പോൾ ഉപയോഗിക്കുന്ന സ്ഫോടക വസ്തുക്കളാകട്ടെ, തോക്കാകട്ടെ, എന്തോ ആകട്ടെ, അതിൻ്റെയൊക്കെ അത് സുരക്ഷിതമാണോ എന്നൊക്കെ ഉറപ്പുവരുത്തേണ്ട ബാധ്യതയുണ്ട്. അതുണ്ടായില്ല എന്നുകൂടി മനസ്സിലാക്കാൻ 3 പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്.